സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു ക്ലാസിക് എവർഗ്രീൻ ബൈക്കാണ്. അതെ, റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് 500. ഇത് കുറച്ച് പഴയ ബൈക്കാണ്, പുതിയ ബൈക്കല്ല. അപ്പോൾ ഇതിന്ന് കൊണ്ടുവന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നിനുമല്ല, ഇപ്പോൾ മഴ സമയമാണ്, ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇങ്ങനെ മഴയൊക്കെ ഉള്ള സമയത്ത് ബൈക്കിന് സ്വാഭാവികമായിട്ടും പറ്റുന്ന കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. സോ ഈ ബൈക്ക് 2017 വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ബൈക്കിൽ വലിയ ഒട്ടും മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടില്ല. അതെങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത ബൈക്കാണ് ഇത്. എപ്പോഴും ഇതിൻ്റെ ആ ഒരു ക്ലാസിക് ചാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്. ഇത് ഇപ്പോൾ ഒരു 19,800 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു ബൈക്ക് കൂടിയാണിത്. അപ്പോൾ ഇതൊരു 499cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഒരു പുഷ് റോഡ് സെറ്റപ്പോടുകൂടി വരുന്ന ഒരു എഞ്ചിനാണ്. ഏറ്റവും പഴയ ഒരു തമ്പർ എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. കാർബുറേറ്റഡ് ആണ്. ഒരു 26 bhp പവറും 41 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഒക്കെ ഉള്ള വളരെ ടോർക്കി ആയിട്ടൊരു എഞ്ചിനാണ്. എന്നും ഈ ബൈക്ക് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ തമ്പിനും അതിൻ്റെ ഈ ലുക്കിനും. മാരക ലുക്കല്ലേ, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കിയിരുന്നാൽ അറിയാം, നമുക്കൊരു ഒരു രാജകീയ ലുക്കാണിത് ഇത് വരുമ്പോൾ തന്നെ. പോരാത്തതിന് എല്ലാ ട്രിപ്പേഴ്സിൻ്റെയും മനസ്സിൽ ഈ ഒരു ബൈക്കിൽ ട്രിപ്പ് പോകണമെന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഈ ഒരു ബൈക്ക് വാങ്ങുന്നവർക്ക് കൂടെ കിട്ടുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ്. ഈ ബൈക്ക് നന്നായി ഓടിക്കാനും നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനും അറിയാത്ത ആൾക്കാരുടെ കൈ കിട്ടുന്നത് കൊണ്ടാണ് ഈ ബൈക്കിന് പേരുദോഷങ്ങൾ ഒരുപാട് വരുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫീസ് സ്പേസിൽ നിന്നൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വലിയ ലുക്കൊന്നും ഉണ്ടാകത്തില്ല. ഇത് ആദ്യം തന്നെ കുറച്ച് ചെറിയ ചെറിയ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഇതിന് 2 സ്പോക്ക് വീൽസാണ് വരുന്നത്. സ്പോക്ക് വീൽസ് വരുന്നത് നല്ലതുമാണ് ചീത്തയാണ്. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബമ്പൊക്കെ വളരെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഓഫ് റോഡൊക്കെ അത്യാവശ്യം പറ്റുന്ന ബൈക്കാണ്. പക്ഷേ മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, തുരുമ്പ് റസ്റ്റിംഗ് എന്ന് പറയുന്ന ഇഷ്യൂ പ്രത്യേകം ശ്രദ്ധിച്ചറിയാം. ഏകദേശം ഈ ഭാഗത്തൊക്കെ ആയിട്ട് ചെറുതായിട്ട് റസ്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ട്. അപ്പോൾ അത് ഉണ്ട്. പോരാത്തതിന് ഇതിൽ എപ്പോഴും വരുന്നത് എന്താണ്, സ്പോക്ക് വീൽസ് ആയതുകൊണ്ട് തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ട്യൂബ് ടയേഴ്സാണ്. അപ്പോൾ പങ്ക്ചറിൻ്റെ ഇഷ്യൂ ഉണ്ടായി കാണാറുണ്ട്. പക്ഷേ അധികം ഈ പ്രശ്നം ഈ ബൈക്കിലുണ്ടായിട്ടില്ല. റസ്റ്റിംഗ് ഒക്കെ വളരെ കുറവാണ്. കാര്യം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ കൂടുതൽ ക്രോം എലമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈ മിറേഴ്സിൽ ക്രോമാണ്. എൻജിൻ്റെ ഈ കേസിങ് അത് ക്രോമായിരുന്നു, ബഫ് ചെയ്യേണ്ടതുണ്ട്. ഇത് കുറച്ച് പഴയതാണ്, അപ്പോൾ ബഫ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ക്രോം വരുന്നത് ഇതാ ഇൻഡിക്കേറ്ററിൽ വരുന്നുണ്ട്, നമ്മുടെ സൈലൻസിലുണ്ട്. ഈ സൈലൻസർ ഒറിജിനലാണ് കേട്ടോ. നിങ്ങൾക്കിത് റസ്റ്റിങ്ങിന് കാര്യം പറഞ്ഞ് വേണമെങ്കിൽ നോക്കി കാണാൻ പറ്റും. റസ്റ്റിങ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ സൈലൻസറിൽ ആദ്യം മുതലേ റസ്റ്റ് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇത് വെറുതെ വെച്ചിരുന്ന് നനവ് പിടിച്ചിട്ട് ഒരു കൊറോഷൻ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. പിന്നെ റസ്റ്റിങ് വരാൻ ചാൻസ് ഉള്ളത് കാർബുറേറ്ററിൻ്റെ ഭാഗത്താണ്. ഇതിൽ കാർബുറേറ്ററൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചറിയാം എന്തുണ്ട്, ചെറിയ തോതിൽ റസ്റ്റിംഗ് ഉണ്ട്. അത് വെള്ളം ഇറങ്ങുന്നതുകൊണ്ടാണ്. പിന്നെ ഇതിന് മെറ്റൽ ടാങ്കാണ് വരുന്നത്. അപ്പോൾ മെറ്റൽ ടാങ്ക് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി അറിയാം, വളരെ നീറ്റായിട്ട് പെയിൻറ്റ് ചെയ്തൊരു സാധനമാണ്. ഇതാ ഈ കാണുന്ന സാധനമൊക്കെ ഹാൻഡ് പെയിൻറ്റഡ് ആണ്. ഇപ്പോൾ കിട്ടാറില്ല കേട്ടോ, ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. മാത്രമല്ല ഈ ഒരു 3D എംബ്ലം എന്ന് പറയുന്നതും ഹാൻഡ് മെയ്ഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ളൊരു പ്രോപ്പർ മെഷീനാണ്. എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടൊരു സാധനം വെച്ചാൽ സീറ്റ് വളരെ വളരെ കംഫർട്ടബിളാണ് സീറ്റാണ്. ലോങ് റൈഡിനൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഈ സീരീസ് ഇറങ്ങിയപ്പോഴാണ് ഈ ബാക്കിൽ ചെറിയൊരു ബാക്ക് റെസ്റ്റ് കൂടി വരുന്നത്. ഒപ്പം ബാക്ക് ലൈറ്റും ഈ ഒരു സീരീസോട് കൂടിയാണ് ആ ബാക്ക് ലൈറ്റ് പഴയെന്ന് മാറി പുതിയ ടൈപ്പിലുള്ള ബാക്ക് ലൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ റെയിൻ ടൈം ഇഷ്യൂസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഇഷ്യൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റസ്റ്റിംഗ് എവിടെയൊക്കെ ബാധിക്കാം, എവിടെയൊക്കെ ബാധിച്ചുകൂടാ എന്ന് വേണം ചോദിക്കുക. ഒന്ന് നമ്മുടെ ഡിസ്ക് പാനലിൽ ബാധിക്കും, ഇവിടെ ബാധിക്കാം. നമ്മുടെ ഈ പോർഷൻസിൽ ബാധിക്കാം. എൻജിൻ ഗാർഡിലും പിന്നെ നമ്മുടെ റിയർ വീലും ഒക്കെ എന്ത് ചെയ്യാം, ബാധിക്കാം. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്റ്റ് ക്ലീനർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. റസ്റ്റ് ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് തന്നെ കൃത്യമായിട്ട് ബൈക്കൊന്ന് തുടച്ചൊക്കെ സൂക്ഷിക്കുക. നനവിലധികം ചെളി അടിക്കുന്ന സ്ഥലത്ത് വെക്കരുത്. പിന്നെ ഈ ബൈക്കിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താ കണ്ടല്ലോ, ബാറ്ററി എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. കാര്യം വെള്ളം ഇറങ്ങി ബാറ്ററി കേടാകുന്ന സിറ്റുവേഷൻസും ഇലക്ട്രിക്കൽ ഇഷ്യൂസൊക്കെ ബുള്ളറ്റിന് സ്വാഭാവികമാണ്. കാര്യം ഇതിൻ്റെ വയേഴ്സൊക്കെ എക്സ്പോസ്ഡ് ആണ്, കണ്ടറിയാം. വയേഴ്സൊക്കെ വളരെ എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത്
വളരെ സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റാർട്ടായില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? അതിൻ്റെ വയറിങ്ങിൽ എവിടെയോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ടിങ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ഈ കാണുന്ന ഈ ചെറിയ ലൈറ്റൊക്കെ ചില സമയത്ത് വർക്കാവാറില്ല. എൻജിൻ കീസൊക്കെ കണ്ടല്ലോ ഒരു നോർമൽ ക്വാളിറ്റിയാണ്, ഒരു FCയുടെ ഒക്കെ ക്വാളിറ്റിയുള്ള ഒരു 150cc ക്വാളിറ്റിയിലുള്ള സ്വിച്ച് ഗിയറൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുതിയ ബൈക്കിൽ ഇനിയിപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടു. പിന്നെ എനിക്ക് വളരെ പരാതിയുള്ളൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഇതായിരുന്നു. പക്ഷേ ഈ ബൈക്കിൽ കണ്ടോ ഹിഞ്ച് വരുന്നുണ്ട്. ഹിഞ്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഊരി കയ്യിൽ വരത്തില്ല. അത് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ വേറെ അടുത്ത് വരാൻ സാധ്യതയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് ഫെയ്ഡിങ് ആണ്. അപ്പോൾ പെയിൻറ്റ് ഫെയ്ഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ബൈക്ക് കവർ ചെയ്ത് വെച്ചില്ല എങ്കിൽ പെയിൻറ്റ് ഫെയ്ഡ് ആവും. ഇത് കണ്ടോ, ഇത് വളരെ ഗ്ലോസി ഫിനിഷുള്ള ഒരു പെയിൻറ്റാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് തുടച്ച് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ഫെയ്ഡിങ് എന്ന് പറയുന്ന ഇഷ്യൂ വരും. ഈ ബൈക്കിൽ പെയിൻറ്റ് ഫെയ്ഡിങ് ഇഷ്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും എന്ത് ചെയ്യില്ല, വരില്ല. ആ പെയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈക്ക് കവർ ചെയ്ത് വെക്കുക. ഒരു കവർ കൂടി എന്ത് ചെയ്യുക, ബൈക്ക് കവർ കൂടി വാങ്ങി. ഇപ്പോൾ ഈ ബൈക്ക് വെച്ചിരിക്കുന്നുണ്ടല്ലേ, സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചേക്കണേ. പലരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സൈഡ് സ്റ്റാൻഡിൽ ഈ ബൈക്ക് വെച്ചിട്ട് പോകും. ലോക്ക്ഡൗണിൽ ഒരു 50 ദിവസം സൈഡ് സ്റ്റാൻഡ് ഇരുന്ന് കഴിഞ്ഞാൽ 2 ടയർ എന്ത് ചെയ്യും, തറയിൽ തട്ടി തന്നെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ അങ്ങനെ തട്ടിയിരിക്കുമ്പോൾ ഈ ടയറുകൾ എന്താവും, പങ്ക്ചറിങ് ഇഷ്യൂസ് ഒരുപാടുണ്ട്. ആ തറയിൽ തട്ടിയിരിക്കുന്ന ഭാഗം ഹാർഡനായിട്ട് അവിടെ പങ്ക്ചറിനുള്ള സാധ്യത കൂടും, ടയർ കേടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻട്രൽ സ്റ്റാൻഡിൽ വെക്കുക, എന്നും ഒന്നെടുത്ത് അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ബുള്ളറ്റ് കേടാകുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി ഈ വണ്ടി കുറ്റം പറയുന്ന പലർക്കും പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഈ വണ്ടി എടുത്തിട്ട് അവരൊരു 150cc ബൈക്ക് ഓടിക്കുന്ന രീതിയിൽ അങ്ങ് ഓടിക്കും, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന രീതിയിൽ ഓടിക്കും. ഇതിനൊരു സ്വീറ്റ് RPM ഉണ്ട്, ഒരു സ്വീറ്റ് സ്പീഡുണ്ട്. ഒരു 60 മുതൽ 80 കിലോമീറ്റർ വരെ പെർ അവർ സ്പീഡിൽ അത്യാവശ്യം നന്നായി ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. അപ്പോൾ ഈ വണ്ടി എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ ഓടിക്കണം. അങ്ങനെ ഓടിക്കാതെ ഗിയർ മാറി ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഗിയർ സിസ്റ്റം ഫെയിലാകും. പിന്നെ വേറൊരു കാര്യം, എടുത്ത ഉടനെ ഇത് മോഡിഫൈ ചെയ്യും. ഇതിൻ്റെ എക്സോസ്റ്റ് ഉണ്ടോ, എക്സോസ്റ്റ് എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്യും. ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് അതിന്. അപ്പോൾ അതിൻ്റെ എയർ ഔട്ട്ലെറ്റ് ആണ്. അപ്പോൾ അവിടെ പ്രഷർ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ ഒരു ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും പ്രഷർ വേരിയേഷൻ ഉണ്ടാകും. ആ എഞ്ചിൻ കംപ്ലൈൻറ്റ് ആകാൻ സാധ്യത അത് തന്നെ മതി. അതിലൊരുപാട് മോഡിഫിക്കേഷൻസ് വരുത്താതിരിക്കുന്നതാണ് നല്ലത്. കഴിവതും ഇതുപോലെ വേണമെങ്കിലൊക്കെ ചെറിയ വിഷ്വൽ മോഡിഫിക്കേഷൻസ് ആയിട്ട് അതിൻ്റെ കയറ് കെട്ടുകയോ അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് മോഡിഫിക്കേഷനോ ഒക്കെ വരുത്തിക്കോളൂ, കുഴപ്പമില്ല. ചിലർക്ക് ഹാൻഡിൽ മോഡിഫിക്കേഷൻ, അതും ഇരുന്ന് കംഫർട്ടബിൾ ആകാനും സീറ്റ് മോഡിഫിക്കേഷനോ ഓക്കെയാണ്. പക്ഷേ ഈ ബൈക്കിൻ്റെ ഈസ്തെറ്റിക്സിൽ തന്നെ വലിയ മാറ്റം വരുത്തേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊരു വളരെ ഒരു എവർ ക്ലാസിക് ഒരു സാധനമാണ്, അതങ്ങനെ തന്നെ ഇരിക്കുക. അടുത്ത് എൻഫീൽഡുകാർ പരാതി പറയുന്നത്, പ്രത്യേകിച്ച് 500cc പരാതി പറയുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയിൻ ക്ലീനിങ്ങിന് ഞാനൊരു വീഡിയോ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയിൻ പ്രോപ്പറായിട്ട് ഒരു 500-600 കിലോമീറ്ററിൽ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ചെയിൻ ഒരു 14,000 കിലോമീറ്ററിൽ കേടായി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, അത് കൃത്യമായിട്ട് നോക്കണം. പിന്നെ ബ്രേക്കിൻ്റെ പ്രഷറും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ബാരിയർ അല്ലെങ്കിൽ അതിന്നും സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുക, അതൊരു അരോചകമായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് ഇവിടുത്തെ ഈ സ്പ്രിങ്ങിന് എന്തെങ്കിലും ശബ്ദം വരുന്നുണ്ടോ. ഇത് കുറച്ച് ഓഫ് റോഡൊക്കെ പോകുന്ന ആൾക്കാർക്ക് എന്താ വെച്ചാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഈ ബൈക്ക് ശ്രദ്ധിച്ചാൽ ഈ ബൈക്ക് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എയർപോർട്ടിൽ ആയിരുന്നപ്പോൾ തന്നെ കടൽക്കാറ്റ് കിട്ടിയിട്ടൊക്കെയാണ് ഇത് റസ്റ്റ് ആയത്. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയുന്ന ഒരു സാധനമാണ് ഓയിൽ ലീക്കേജ്. റോയൽ എൻഫീൽഡിലെ പഴയ ബൈക്കുകൾക്ക് സ്വാഭാവികമാണ്. അപ്പോൾ ഒരു മോട്ടോർ ഹെഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബൈക്കാണ് റോയൽ എൻഫീൽഡ്. അത് അത്രത്തോളം ഇഷ്ടപ്പെട്ട് വാങ്ങുന്നൊരു സാധനമാണ്. അല്ലാതെ ചുമ്മാ നിങ്ങൾക്ക് ഒരു ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വാങ്ങി കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടിയായിട്ട് കരുതരുത്, ഒരിക്കലും അത്തരത്തിലൊരു വണ്ടിയല്ല. അപ്പോൾ പിന്നെ ഇതിൽ എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മൈലേജ് കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. പക്ഷേ നേരെ ഓടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടോ, നമുക്കൊന്ന് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചറിയും, ഇതിൽ ടാർപ്പറ്റ് അടി തീരെയില്ല. ഈ വണ്ടി വളരെ നന്നായിട്ട് ഓടിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിൽ ടാർപ്പറ്റ് അടി ഒരു സീനല്ല. ഇതിൽ കേൾക്കുന്ന സൗണ്ട് ആ ഫ്രണ്ടിൽ കാണുന്ന ഭാഗങ്ങൾ ചെറിയ ലൂസാണ്. അപ്പോൾ അതൊരു പരാതിയായിട്ട് ഞാനും റോയൽ എൻഫീൽഡിലെ ഒരു സർവീസ് സെൻറ്ററിൽ പറഞ്ഞൊരു പ്രശ്നമാണ്. ചെറിയ ബോൾട്ടൊക്കെ ലൂസ് ആകുമ്പോൾ കേൾക്കുന്ന ശബ്ദമല്ലാതെ ഇതിൻ്റെ എഞ്ചിൻ പെർഫെക്റ്റ് ആണ്. വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം വളരെ പെർഫെക്റ്റ് ആയിട്ട്
ഓടുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എന്താണ് ഒരു ട്രസ്റ്റ് വർത്തി വണ്ടിയായിട്ട് കാണാം. ഒരു ലഡാക്ക് പോകുന്നതായിട്ട് നിങ്ങളൊന്ന് സ്വപ്നം കാണുമ്പോൾ ഈ വണ്ടിയിൽ ഈ മുതലിൽ പോകുന്നതായിട്ടായിരിക്കും എനിക്ക് ഉറപ്പാണ് നമ്മളെല്ലാവരും സ്വപ്നം കാണുക. അതുകൊണ്ട് തന്നെ ആ സ്വപ്നത്തിനൊക്കെ എന്നും ഒരു ബേസ് ലൈൻ തന്ന റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻ്റെനൻസ് ആണ് ഈ വണ്ടിയുടെ ലൈഫ് എന്ന് പറയുന്നത്, ഓടിക്കുന്ന ആളുടെ കയ്യിലാണ്. അപ്പോൾ ഭാവിയിൽ ഉടനെ തന്നെ റോയൽ എൻഫീൽഡ് ട്രിബ്യൂട്ട് ഒരു കൾട്ട് ക്ലാസിക് ഒരു സീരീസ് ഇറക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ്. ഒരുപാട് റോയൽ എൻഫീൽഡ് ഫാൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടൊരു ഒരു ബൈക്കിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചാനൽ ചെയ്യുന്നുണ്ട്. അതിന് വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വൈബ്രേഷൻ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചില്ല എന്ന് പലപ്പോഴും പരാതി കേൾക്കാറുണ്ട്. പക്ഷേ ഈ വീഡിയോ വൈബ്രേഷൻസിനെ കുറിച്ചൊന്നും പറയാനല്ല ഉദ്ദേശിച്ചത്. അടുത്ത വീഡിയോയിൽ